പകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ നടുവിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിട്ടുണ്ട്. വളരെ തിരക്ക് പിടിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവദാസി എന്ന് കേൾപ്പാൻ പരിചയപ്പെടുവാൻ ഇന്ന് കർത്താവ് എനിക്ക് കൃപ ചെയ്തു. സ്തോത്രം. ഇതിനകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നതിനപ്പുറം ഒരു വാക്ക് പോലും ഒരു മനുഷ്യന്റെ ചലനം ഇതിനകത്ത് നടക്കത്തില്ല. അതുകൊണ്ട് ആത്മനിറവോടെ നമ്മൾക്കായി ആദരവോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇമ്മാനുവൽ മിനിസ്ട്രീസിലേക്ക് വചന പ്രഘോഷണത്തിനായി കർത്തൃദാസത്തെ ഞാൻ സ്വാഗതം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കാമോ? ഹല്ലേലൂയ. യെസ് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യുവാണ്. ബാക്കി എല്ലാവരും മ്യൂട്ടായിട്ട്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും മഹത്വപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ച ഇമ്മാനുവേൽ മിനിസ്ട്രീസ്, അതെ, സിസ്റ്റർ റാണി റിജോ, ഹല്ലേലൂയ, കർത്താവിൻ്റെ ദാസിക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ആദ്യം ഒരു പാട്ട് പാടാം. ഹല്ലേലൂയ, സ്തോത്രം.
കല്ലറയ്ക്കുള്ളൊതുങ്ങുകില്ല. കാൽവരിനാഥൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊതുങ്ങുകില്ല. മൃത്യുവെ വന്നവൻ അത്യുന്നതൻ കർത്താതി കർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ. മൃത്യുവെ വന്നവൻ അത്യുന്നതൻ കർത്താതി കർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യവിക്ഷിതിയിൽ ഇല്ല മറ്റും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യവിക്ഷിതിയിൽ ഇല്ല മറ്റും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ മണ്ണിലുള്ളൂ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സിജി കിഷോർ എന്നാണ്. ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരിലായിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ സ്വദേശം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഫാദറിൻ്റെ സ്ഥലം കായംകുളമാണ്. ഞാൻ കായംകുളത്തും എലന്തൂരുമായിട്ടാണ് എൻ്റെ ബാല്യകാലം കഴിഞ്ഞത്. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യം അല്പം പറഞ്ഞിട്ട് വചനത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥനയോടായിരിക്കണം. കർത്താവിൻ്റെ മഹത്വം അതെ നമ്മുടെ അകത്ത് അതെ വെളിപ്പെടാൻ കർത്താവിൻ്റെ ഷെക്കേന നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നിടത്ത് ഇറങ്ങി ആ അത്യന്ത ശക്തി വ്യാപരിച്ച് ഹല്ലേലൂയ. ഇന്ന് നിന്റെ അതെ കർത്താവിൻ്റെ ദാസി പറഞ്ഞ സകല മേഖലകളിലും ഒരു ദൈവപ്രവൃത്തി കണ്ട് നമുക്കിന്ന് പിരിയുവാനിടയാകണം. ഹല്ലേലൂയ. അത് വിശ്വാസത്താൽ ഒരു സ്തോത്രം ചെയ്യുക, വിശ്വാസത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോൾ എൻ്റെ സ്വദേശം അതെ പത്തനംതിട്ട എലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ തന്നെ ഞങ്ങൾ 4 പേരാണ്. എനിക്ക് 2 ബ്രദേഴ്സ്, ഒരു സിസ്റ്റർ ഉണ്ട്. എൻ്റെ ഫാദർ 2010 മരിച്ചു. അപ്പോൾ തന്നെ മൂത്ത ചർച്ചൻ ബോംബെയിൽ ഒരു ശുശ്രൂഷ അതെ IPC ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ഇളയ സഹോദരനും ശുശ്രൂഷയിലാണ്, അനിയത്തിയും ശുശ്രൂഷയിലാണ്. അപ്പോൾ തന്നെ അതാണ് എൻ്റെ പശ്ചാത്തലം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ തന്നെ എൻ്റെ കൂട്ടുദാസൻ ശുശ്രൂഷകനാണ്. അപ്പോൾ തന്നെ എനിക്ക് 2 മക്കളുണ്ട്. അവർ മൂത്ത മകൻ BPharm 3rd ഇയറിലേക്ക് പഠിക്കുന്നു. ചെറിയ മോന് BTech എയ്റോസ്പേസ് എഞ്ചിനീയറിങ്ങിന് ഇവിടെ സെക്കൻഡ് ഇയർ കഴിയാറായി. അങ്ങനെ ഞങ്ങൾ കർത്താവ് ഹല്ലേലൂയ കേരളത്തിൽ ആയിരുന്നപ്പോൾ ഒരു 2 വർഷത്തിന് മുമ്പ്
കർത്താവ് പറഞ്ഞു കർണാടകയിലേക്ക് പോകണമെന്ന്. കർണാടകയിലേക്ക് പോകുവാൻ കർത്താവ് ഇടപെട്ടപ്പോൾ ഹല്ലേലൂയ, ആദ്യം ഒരു ചെറിയ വിഷമം തോന്നി. അവിടെ ഒരു 15 വർഷമായിട്ട് കർത്താവ് ഞങ്ങളോട് കോഴഞ്ചേരി പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിനിസ്ട്രിയിൽ ഞങ്ങളായിരിക്കുമായിരുന്നു. 15 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തു. അപ്പോൾ തന്നെ അവിടുന്ന് കർണാടകയിലേക്ക് പോരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കർണാടകയിലേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ബാല്യകാലം ഞാൻ നിങ്ങളോട് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് ഞങ്ങളെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയാം. ഞാൻ ഇറങ്ങിയ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 18-ാം നൂറ്റാണ്ടിൽ ഒരു ഉണർവ്, ശക്തമായൊരു ഉണർവ് കേരളക്കരയിൽ ഉണ്ടായ ആ ആളിൻ്റെ കുടുംബത്തിൽ ഒരു കൊച്ചുമകളാണ് ഞാൻ. ഹല്ലേലൂയ, നിങ്ങൾക്കറിയാമായിരിക്കും വിദ്വാൻകുട്ടി അച്ഛൻ അല്ലെങ്കിൽ ജസ്റ്റിസ് ജോസഫ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു കൊച്ചുമകളാണ് ഞാൻ. ഹല്ലേലൂയ, അവർ പാലക്കാട് മഞ്ഞപ്ര എന്ന ഗ്രാമത്തിൽ നിന്നും 18-ാം നൂറ്റാണ്ടിൽ ചവറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടെ അവർ ബിസിനസ്സുമായിട്ട് വന്നതാണ്. രാമയ്യർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അവിടെ ശുശ്രൂഷയ്ക്ക് ബിസിനസ്സുപരമായിട്ട് വന്നപ്പോൾ ജോസഫ് പീറ്റ് എന്ന് പറയുന്ന ഒരു മിഷണറിയിൽ നിന്ന് കൈക്കീഴിൽ സ്നാനമേൽക്കുവാനും ഹല്ലേലൂയ അവിടെ അദ്ദേഹം ഒരു CSI അച്ഛൻ പട്ടം സ്വീകരിച്ച് അവിടെ കന്നേറ്റി ഒരു ഉണർവ് സഭയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഉണർവ് സഭയിൽ കന്നേറ്റി ഉണർവ് സഭ ഉണ്ടാകാൻ പ്രിയ പിതാവാണ് കാരണം. നിങ്ങൾ ഇന്ന് ഓർണമെൻറ്റ്സ് ഒക്കെ ഇല്ലാതിരിക്കുന്നതിൻ്റെ ഊടും പാവും ഒക്കെ നെയ്തത് വല്യപ്പച്ചനായിരുന്നു ഓർണമെൻറ്റ്സ് ഇല്ലാതാക്കിയത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ തന്നെ ഓരോ ഒറ്റ പ്രസംഗത്തിന് 10,000-3000 പേര് സ്നാനപ്പെടുത്തി. ഏകദേശം 2 അടങ്ങഴി മിന്നുണ്ടായിരുന്നു. പിന്നെ അവർ എല്ലാം ഓർണമെൻറ്റ്സ് എല്ലാം ഊരാൻ പറഞ്ഞപ്പോൾ 2 അടങ്ങഴി മിന്ന് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ശക്തമായൊരു ഉണർവ്, ഉണർവിൻ്റെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് അനേകായിരങ്ങൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ വിഭാഗത്തിൽ നിന്നും യേശുവിനെ കണ്ടു. ആദിമ നൂറ്റാണ്ടിലെ പോലെ ഒരു ശക്തമായ പ്രേയർ നടന്ന ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ചരിത്രങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണും. അവിടുന്ന് ഇങ്ങോട്ട് പോന്ന് പിന്നീട് ഹല്ലേലൂയ സ്തോത്രം, പിന്നീട് ഞാൻ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അറിയാവുന്നവർക്ക് എല്ലാം അറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ പക്ഷെങ്കിൽ ഇറങ്ങിയത് ഒരു കോരഹ് പുത്രന്മാരുടെ കൂട്ട്. എപ്പോഴും നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കണമേ, നമ്മൾ ഒരു ഉണർവ് അല്ലെങ്കിൽ ശക്തമായ ഒരു ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ തന്നെ പിശാചും ഉന്നം പാർത്തിരിക്കുകയാണ്. അവൻ തക്കം നോക്കിയിരിക്കുകയാണ് ഏത് സമയത്തും ആ സഭയെ വീഴ്ത്താൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, നമ്മൾ ശക്തമായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവുമായുള്ള ആഴമായ ബന്ധം സ്ഥാപിച്ച് ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചോണമേ, പിശാചും തക്കം പാർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളും കൃപയാൽ വിശ്വാസത്തിൽ വരാൻ ഇടയായതിന് പിന്നിൽ ഒരുപാട് കഷ്ടത്തിനകത്തൂടാണ് പുറത്തു വന്നത്. ഹല്ലേലൂയ. എന്നാൽ അതിങ്ങോട്ട് വന്ന ആ വിശ്വാസം ക്ഷയിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ യേശു ആരാണ്, യേശു ദൈവമാണോ എന്ന് പോലും ഞങ്ങൾക്കറിയാത്ത ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട വന്നു ഞങ്ങളുടെ കാലഘട്ടം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരം ശ്രീ സ്വാതിരനാൾ സംഗീത കോളേജിൽ, മ്യൂസിക് കോളേജിൽ പഠിക്കാൻ പോകുവാനും അവിടെ ആ കോളേജിൽ പഠിച്ച് ഹല്ലേലൂയ അവിടെ ഹിന്ദു ദൈവങ്ങളെയൊക്കെയാണ് സ്തുതിക്കുന്നത്. ഹല്ലേലൂയ, ഗണപതിക്കും സരസ്വതിക്കും മറ്റുള്ള ദൈവങ്ങളെയൊക്കെ പാടി സ്തുതിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ കച്ചേരി നടത്തി ഹല്ലേലൂയ TV ചാനലുകളിലൊക്കെ പാടി അങ്ങനെ നല്ല ലെവലിൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഹല്ലേലൂയ എൻ്റെ കല്യാണം നടക്കുന്നതും ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ്. അവിടെ നിന്ന് നിങ്ങൾ ഓർക്കും ഇത്ര പെട്ടെന്ന് ഇത്രയും ശുശ്രൂഷകൻ്റെ ഒരു കൊച്ചുമോള് എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നമ്മൾ ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ശക്തമായ ശുശ്രൂഷ നടക്കുന്ന ഒരു തലമുറയിൽ നിന്ന് ആമേൻ പാരമ്പര്യമായിട്ട് ഇങ്ങോട്ട് പുറത്ത് വരുമ്പോൾ 2, 3 ജനറേഷൻ 4 ജനറേഷനൊക്കെ ആകുമ്പം ദൈവത്തിൽ ആശ്രയിച്ച് നിന്നില്ലെങ്കിൽ ഹല്ലേലൂയ സ്ഥാനമാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് ലോകപരമായ വിഷയങ്ങൾക്കകത്തും ഇൻവോൾവ് ആയി പോകുന്നവരുടെ എല്ലാം അവസ്ഥകൾ ഇതൊക്കെ തന്നെയാണ്.
ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മൾ പോലും അറിയാതെ പാപ വഴികളിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പിശാച് കൊണ്ടുപോകുന്ന വഴികൾ നമ്മൾ പോലും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ പോലും, മുമ്പേ കർത്താവിൻ്റെ ദാസി ഡിവോഴ്സിൻ്റെ കാര്യം പറയുകയൊക്കെ ചെയ്തു, നിമിഷങ്ങൾക്കകത്ത് ആണ് പിശാച് കുടുംബജീവിതത്തിനകത്തും കയറുന്നത്. അത് പോകട്ടെ, ഞാൻ അവിടെ നിൽക്കുവാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ ഈ ലെവലിൽ അതേ സ്തോത്രം യേശുവുമായിരുന്നു യാതൊരു ബന്ധം പോലും ഇല്ലാതെ അതേ ചിന്നിച്ചിതറിയതുപോലെ ഹല്ലേലൂയ ഒരു നല്ല കുടുംബത്തിനകത്ത് പിറന്നിട്ട് യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കാണണമെന്ന് പറഞ്ഞിട്ട് ആ കാണാൻ കഴിയാഞ്ഞതിൻ്റെ ഫലമായിട്ട് ഉമ്മം കുരുത്തു. ഹല്ലേലൂയ. എൻ്റെ ഫാദർ ഒറ്റ മോനാണ്, ഫാദറിൻ്റെ ഫാദർ ഒറ്റ മോനാണ്. ആ ഫാദറിന് ഞാൻ പൊങ്ങച്ചമൊന്നും പറയുവല്ല, ദൈവത്തെ കാണാതെ ഇസ്രായേൽ മക്കളെ എന്തുകൊണ്ട് പ്രവാസത്തിന് പോയി എന്ന് നിങ്ങൾക്കറിയാം. ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാതെ, ഹല്ലേലൂയ, കണ്ണിക്കണ്ട വിഗ്രഹങ്ങളെയും ആരാധിച്ച് അവരുടേതായ മ്ലേച്ഛ പ്രവർത്തികളും അകപ്പെട്ടപ്പോൾ ഇസ്രായേൽ മക്കൾ പ്രവാസത്തിന് പോയതുപോലാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ, ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, എൻ്റെ വല്യപ്പച്ചന് അതെ 24 ഏക്കർ വസ്തുവുള്ള ഒരു കുടുംബത്തിൽ അതെ ഒറ്റ മോനാണ്. അതെ 4-5 പെങ്ങന്മാരുണ്ട്. അവർക്ക് 5-6 ഏക്കറും ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ 24 ഏക്കർ വസ്തു ഉള്ളത്. ആ വല്യപ്പച്ചന് അതേ സ്തോത്രം ഒരു മോനുണ്ടായി, എൻ്റെ അപ്പ. ആ മോനുള്ള അവകാശമാണ് 24 ഏക്കർ. നിങ്ങൾ ഓർക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്ന് അതെ പല പ്രവാചകന്മാരും പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞു വന്ന് കർത്താവിങ്കിലേക്കായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആകും എന്ന് പറഞ്ഞു. അന്ന് വല്യപ്പച്ചന്മാരൊന്നും അത് വലിയ മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ. യേശുവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ഒത്തിരി പേരുടെ നിർബന്ധപ്രകാരം, ആമേൻ, സ്തോത്രം, എന്നാൽ ഇത് കർത്താവിന് കൊടുത്തേക്കാം എന്ന കുറച്ച് സ്ഥലം കൊടുത്തേക്കാം എന്ന് പറഞ്ഞ ആ സ്ഥലം ഒഴികെ മൊത്തം അതെ എൻ്റെ അപ്പായുടെ കൊച്ചിലെ അപ്പായുടെ അമ്മ മരിച്ചുപോയി, എൻ്റെ വല്യമ്മച്ചി മരിച്ചുപോയി. ഹല്ലേലൂയ. അതോടുകൂടി ആ വീട് അതെ ഒരു ശ്മശാനം പോലെയായി. അത് എല്ലാം തകർന്ന് തരിപ്പണമായി. അതെ അപ്പായുടെ ഫാമിലി വന്നപ്പോഴത്തെ അപ്പായുടെ കൊച്ചിലെ മുതൽ പിന്നെ എല്ലാം അതെ നഷ്ടപ്പെട്ട അപ്പായുടെ അതെ മാവിയുടെ വീട്ടിൽ എലന്തൂർ, കായംകുളത്താണ് അപ്പായുടെ വീട്. എലന്തൂര് വന്ന് നിൽക്കേണ്ട അതെ സ്വന്തം അതെ മാവിയുടെ വീട്ടിൽ നിൽക്കേണ്ട ഗതികേട് വന്നു. ഹല്ലേലൂയ. ഗതികേടെന്ന് ഞാൻ പറയുന്നത് അവർ ക്ഷയിച്ച് തരിപ്പണമായി. പിന്നെ ഏകദേശം ഏതാണ്ട് 3.5 ഏക്കർ വസ്തു എങ്ങാണ്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അവിടുന്ന് എൻ്റെ പിതാവ് അതിൻ്റെ മൈനർ ആയപ്പോഴോ മേജർ ആയപ്പോഴോ എങ്ങനെ കേസൊക്കെ പറഞ്ഞ് ആ വസ്തു ഏകദേശം 3.5 ഏക്കർ സമ്പാദിച്ച് അത് അവിടെ കിടന്നു. അതല്ലാതെ ഞങ്ങൾക്ക് അതേ ആത്മീകമായും ഭൗതികമായും ഞങ്ങൾ അധപ്പതിച്ചു. ഒരു ജന്മി ഇപ്പോഴും ഞാൻ അവിടെ ചെന്നാൽ പെരുമ്പള്ളിത്തറയിലെ കുഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ ഒരു ജന്മിത്വം അതേ ഉണ്ടെങ്കിലും ഒന്നുമില്ല. ഹല്ലേലൂയ. എല്ലാം ക്ഷയിച്ചു പോയി. ആമേൻ, സ്തോത്രം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതെ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ സേവിച്ചിട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോയാൽ എത്ര തലമുറ വരെയാണ് ശാപം അനുഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. 3-4 തലമുറയാണ് ആമേൻ അതേ ശാപത്തിന് കീഴിലാകുന്നതെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. അവിടെ നിന്ന് പെതുക്കെ ഏകദേശം 35-40 വർഷത്തിന് മുമ്പ് വാര്യാപുരം യോനാച്ചൻ എന്ന് പറയുന്ന അപ്പച്ചനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പച്ചൻ വീട്ടിൽ വന്ന് ഹല്ലേലൂയ പ്രവചിച്ചു, ഇത് 4 മക്കളും ഒരു ലേവി കുടുംബമാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അതേ സ്തോത്രം എൻ്റെ മൂത്തച്ചാച്ചൻ യേശുവിനെ ആദ്യം കാണുവാനിടയായി. രണ്ടാമത്തെ അച്ചാച്ചനും അതേ അനിയത്തി, അമ്മ എല്ലാവരും യേശുവിനെ കണ്ടിട്ടും ഞാൻ ഒരു കാരണവശാലും പിടികൊടുക്കാതെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഹല്ലേലൂയ എൻ്റെ വിവാഹമൊക്കെ നടന്നു. അതിനുശേഷം ഹല്ലേലൂയ എൻ്റെ തലമുറയ്ക്ക് ആമേൻ, സ്തോത്രം, ഒരു വയസ്സ് ഏകദേശം ആകുന്നതിന് മുമ്പ് അതേ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം പോലെ എൻ്റെ തലമുറയായി. എന്നാൽ ഹല്ലേലൂയ അതിനു മുമ്പ് യേശുവിനെ കാണാൻ പല അനുഭവങ്ങൾ എൻ്റെ മുന്നിൽ ഇടയായി. എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അമ്മ എല്ലാം പറയും, മോളെ യേശുക്രിസ്തു ദൈവമായി, യേശുവിൽ വിശ്വസിക്കുക, യേശു മാത്രമേ ദൈവമുള്ളൂ എന്ന് പറയുമെങ്കിലും അതിനകത്ത് എനിക്ക് യാതൊരു കാരണവശാലും യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ അതേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ലായിരുന്നു. കാരണം ക്രിസ്ത്യാനികളുടെ ഓരോ ജീവിത രീതികൾ അതേ സ്തോത്രം എനിക്ക് ഒരിക്കലും ഒരു ക്രിസ്ത്യൻ എന്ന് പറയുന്നത് പോലും എനിക്ക് വെറുപ്പായിരുന്നു. ഹല്ലേലൂയ. ഒരു പെന്തക്കോസ്തുകാർ
എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തുറന്ന് നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ആ ഒരു പശ്ചാത്തലത്തിൽ ഹല്ലേലൂയ സ്തോത്രം, അതേ ഓർണമെന്റ്സ് ഒന്നും ഇടാതിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് വളരെ നന്നായിട്ട് ജീവിച്ച ഒരാളാണ്. ദുസ്വഭാവങ്ങളൊന്നും ഇല്ലെങ്കിലും ദൈവത്തിനോട് ഒരു സ്നേഹമോ ദൈവവുമായിട്ടൊരു ബന്ധമോ ഒന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ, അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന്റെ ഓരോ പ്രവൃത്തികളും ഓരോന്ന് കാണുമ്പോഴും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അവകാശപ്പെടുന്നവരുടെ രീതികൾ, സ്വഭാവങ്ങൾ, സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുക, അന്യഭാഷയിൽ ആരാധിക്കുകയും പകയും പിണക്കവും വിദ്വേഷവും കോപവും ക്രോധവും സകല ജഡത്തിന്റെ പ്രവൃത്തികൾ അവരുടെ ഹൃദയത്തിൽ വെച്ച് അവർ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഇതെന്തൊരു വിരോധാഭാസം! ഇത് കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ കർത്താവിനെ സ്തുതിക്കുന്നു. ദയവേത് ഇപ്പം ഞാൻ ആരെയും കുറ്റം പറയത്തില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഞാൻ എൻ്റെ യേശുവിനെ കണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ അവരെ കുറ്റം പറയാൻ ഞാൻ ആരാ? അവരെന്നേക്കാളും ശ്രേഷ്ഠരാണ്. ഹല്ലേലൂയ. എന്നാൽ അന്നത്തെ എൻ്റെ വെളിപ്പാടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവരുമായിട്ട് എനിക്ക് യാതൊരു ചങ്ങാത്തവും വേണ്ട, അവരുമായിട്ട് എനിക്ക് ബന്ധവും വേണ്ട. പെന്തക്കോസുകാരെ എനിക്ക് ഇഷ്ടമല്ല. വേറെ ആരെ വേണേലും സ്വീകരിക്കാം, പെന്തക്കോസുകാരെ ഒട്ടും തന്നെയുമല്ല. എൻ്റെ കലാഫീൽഡുമായിട്ട് അനുബന്ധിച്ച് ഹിന്ദു ദൈവങ്ങളെ സ്തുതിക്കുന്നവര് പെട്ടെന്ന് ഗണപതിയും സരസ്വതിയും എല്ലാം കളഞ്ഞ് യേശുക്രിസ്തുവിനെ മാത്രം സേവിക്കാൻ പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പില്ലാതാകും, നമ്മുടെ ജീവിതത്തിലെ മാർഗമില്ലാതാകും. അന്ന് ഞങ്ങൾക്കൊരു സ്കൂളും ഒക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഒരു 10-500 പിള്ളേരുള്ള ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളും ചെയർപേഴ്സണുമായി, എൻ്റെ ഹസ്ബൻഡ് പ്രിൻസിപ്പളും എൻ്റെ ചെയർപേഴ്സണുമായി നിൽക്കുമ്പോൾ തന്നെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു അധ്യാപികയായിട്ട് പോവുകയാണ്. അങ്ങനെയൊക്കെ ഒരു നല്ല പൊസിഷനിൽ ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ തലമുറയുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് കുഞ്ഞിന് ഇങ്ങനെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം പോലെ എൻ്റെ തലമുറയായി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതിന് സൗഖ്യം വരുമെന്ന് പറയുമ്പോൾ തന്നെ അതിന് 2 വർഷത്തിന് മുമ്പ് യേശു എന്ന് പറയുന്ന ദൈവത്തോട് എനിക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുകയും എൻ്റെ സഹോദരങ്ങൾ പറയും, മോളെ നീ യേശുവിനെ കാണുക എന്ന് പറയുമ്പോൾ യേശുവിനെ കാണാൻ എനിക്കൊരു ബുദ്ധിമുട്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രകാശം. ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തു എങ്കിൽ ഹല്ലേലൂയ തക്ക സമയത്ത് വരും. അത് ഏത് ശാഠ്യം പിടിച്ചു നിർത്തിയാലും ഹല്ലേലൂയ ഒരു ദമസ്കോസ് ഉണ്ട് ദൈവത്തിന്റെ മക്കളെ. ആ ദമസ്കോസിൽ ചെന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ ദമസ്കോസിൽ ചെല്ലുമ്പോൾ ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ ഇടയാകും. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ. ആ 2 വർഷത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ദൈവം സത്യമാണോ? ആ സത്യ ദൈവമെങ്കിൽ ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ സഹോദരങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞാൻ പെട്ടെന്ന് പറയുവാണ്. മറ്റുള്ള സാഹചര്യങ്ങളൊന്നും പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. വചനവും ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിരുന്ന് കരഞ്ഞു. ഒരു ശൗൽ എപ്രകാരം നിന്നോ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവരെ പോലെ നിന്നോ, അതുപോലെ ഞാൻ മറ്റുള്ളവരെ പീഡിപ്പിച്ചില്ലെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഒത്തിരി അകന്നു നിൽക്കുകയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പറയട്ടെ, ഞാൻ ദൈവത്തെ കാണുവാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ചിന്തകൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു ഹന്നയെ പോലെ കരയാൻ തുടങ്ങി. യേശു സത്യമാണ്, യേശു ദൈവമാണെങ്കിൽ എനിക്ക് തന്ന കൂട്ടുദാസൻ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സേവിക്കണം, കർത്താവിൻ്റെ മഹത്വത്തെ അറിയണം, കർത്താവിനോട് കൂടെ ജീവിക്കണമെന്ന് ആമേൻ പറയുവാൻ ഇടയാകുകയും ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ ചുരുക്കം പറയട്ടെ, പറയുവാനുള്ള സാവകാശമില്ലാതെ ഞങ്ങൾ സ്നാനപ്പെടുവാനിടയും ആ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സ്കൂൾ എങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഗണപതിയും സരസ്വതിയും എല്ലാം ഭജിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ് പാടുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് താഴെയുള്ള സകലത്തിലും ഉള്ള ഒരു വിഗ്രഹത്തെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞ കൽപ്പന തെറ്റിച്ച് സകല ദൈവങ്ങളെ സേവിച്ച് ആകാശമണ്ഡലത്തിലും വായുമണ്ഡലത്തിലും ഭൗമമണ്ഡലത്തിലും 33 കോടി ദൈവത്തെ 33 കോടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു അന്ധകാര ശക്തി, ആമേൻ സ്തോത്രം, പൈശാചിക ശക്തി എന്നെ മൂടിയപ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണപ്രകാരം ആ കരുണാധിക്യം കൊണ്ട് ഹല്ലേലൂയ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന് എന്നോട് മനസ്സലിവ് തോന്നിയത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പെതുക്കെ എൻ്റെ കർത്താവിനെ സേവിക്കാൻ തുടങ്ങി. അതിനുശേഷം 2 വർഷം കർത്താവിനെ സേവിച്ച് സ്നാനപ്പെട്ടതിന് ശേഷവും ഇത് വിടാത്തിരുന്നപ്പോഴും കർത്താവ് പല പ്രാവശ്യവും പറഞ്ഞു, ഇത് വിട്, ഈ സ്കൂൾ നിനക്ക് വേണ്ട, ഞാൻ മതി നിനക്കെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ എന്തോ ചെയ്യും, ജീവിതമാർഗം ഇറങ്ങിത്തിരിച്ചാൽ എന്തോ ചെയ്യും എന്നൊക്കെയുള്ള ചിന്ത ഞങ്ങളെ ഭരിച്ചതുകൊണ്ട് അതിങ്ങനെ അസ്വസ്ഥമായി കിടക്കുമ്പോഴാണ് കുഞ്ഞിനെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം പോലായത്. ഹല്ലേലൂയ. അവിടെ
അവിടെ നിന്ന് ഹല്ലേലൂയ പെതുക്കെ ഞങ്ങളോട് പലരും പറഞ്ഞു, യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിര്, നിങ്ങളുടെ കുഞ്ഞിന് സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കാണിക്കുവാൻ എനിക്ക് കഴിയത്തില്ല, എന്നാലും എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. അതേ സ്തോത്രം. ആർക്കെങ്കിലും കാണിക്കണമെങ്കിൽ വാട്സപ്പിൽ ഇട്ട് തരാം. എൻ്റെ കുഞ്ഞമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം പോലായി, ജനിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നു, എന്നാൽ അവൻ അലർജി കൊണ്ട് അവനൊരു കഷ്ടം വന്നതാണ്. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ ഹോമിയോയും ഇംഗ്ലീഷ് മെഡിസിനും ആയുർവേദം ഒക്കെ ചെയ്തിട്ട് ഒരു സൗഖ്യവും വന്നില്ല. എന്നാൽ സ്തോത്രം എൻ്റെ സിസ്റ്ററും എനിക്കുള്ള 1-2 പേര് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോളിലിരുന്ന് ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് ഓരോ നിമിഷം കഴിയുന്തോറും, ഓരോ മണിക്കൂർ കഴിയുന്തോറും അവൻ വളരെയധികം സൗഖ്യം പ്രാപിച്ച് യേശു എന്ന് പറയുന്ന ദൈവം സൗഖ്യദായകനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയും ദൈവം സൗഖ്യമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പൈതലിനെ സൗഖ്യമാക്കിയപ്പോൾ ആ സൗഖ്യമാക്കുന്ന സമയത്ത് തന്നെ കർത്താവെ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞു, കർത്താവെ കുഞ്ഞിനെ സൗഖ്യമാക്കുകയാണെങ്കിൽ മരിക്കുന്നിടം വരെ യേശുവിന് വേണ്ടി പാടാമെന്നൊരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനം എടുത്തപ്പോൾ തന്നെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അന്യഭാഷ അടയാളത്തോടു കൂടി ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വെളിപ്പാടുകൾ കാണാൻ തുടങ്ങി. രോഗസൗഖ്യം അന്ന് ഞങ്ങൾക്ക് തന്നു. അനേകരുടെ മേൽ രോഗത്തിന്മേൽ അതെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇറങ്ങി രോഗം സൗഖ്യമാകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്നത്തെ ദിവസം രോഗസൗഖ്യം, അന്യഭാഷ അടയാളത്തോടു കൂടി സംസാരിക്കാൻ, വെളിപ്പാടുകൾ കാണുവാൻ എല്ലാം തുടങ്ങി. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി കർത്താവ് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. പൈതൽ സൗഖ്യമായി. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, ഇറങ്ങി തിരിച്ച് യേശുവിന് വേണ്ടി മാത്രം ജീവിക്കാൻ. ഹല്ലേലൂയ. എന്നാൽ പല സിറ്റുവേഷനും ഞങ്ങൾ എങ്ങനെ ആയിത്തീരും, കുഞ്ഞുങ്ങൾ ഒരു ICC സ്കൂളിൽ ചേർത്തു, അവരെങ്ങനെ ആയിത്തീരും എന്നുള്ള അതേ അവസ്ഥയിലൊക്കെയായി കഷ്ടത്തിലായി പോകുമോ എന്നുള്ള ഒരു ഭയമുണ്ടായി. എന്നാൽ അവിടെ നിന്നും ദൈവത്തെ അവിടെ ഞങ്ങൾ സേവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ പിന്നെ കർത്താവിനെ സേവിച്ച് രാവിലെയും വൈകിട്ടും ഒക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ തന്നെ ദൈവം ഹല്ലേലൂയ ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഒരു ശകലം ആമേൻ ഇച്ചിരി മറുതലിച്ച് നിന്നതുകൊണ്ട് ഞങ്ങളെ പരസ്യ കോലമാക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ള ഒരു ഭാരം കൊണ്ട് ഞങ്ങൾ അസ്വസ്ഥരായി. ആ സമയത്ത് ഹല്ലേലൂയ മുമ്പേ കർത്താവിൻ്റെ ദാസി പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഡിവോഴ്സ് പെന്തക്കോസ്തുകാർക്കകത്തുണ്ടോ? ഹല്ലേലൂയ. യേശു കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ അതെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, സഭ ക്രിസ്തുവുമായുള്ള ബന്ധമുള്ളതുപോലെ അതേ സ്തോത്രം കുടുംബ ജീവിതത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകണമെന്നുള്ള അതേ ആ ബോധം ഞങ്ങളുടെ അകത്ത് വന്നില്ല. അപ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവം അതേ ഭാഷ കലക്കിയതുപോലെ എല്ലാത്തിനും അദ്ദേഹത്തെ എൻ്റെ കൂട്ടുദാസനെ ആശ്രയിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്ത നല്ല ഭർത്താവ് എന്നിൽ നിന്ന് അകലുവാനും അതെ പല പല സ്കൂളുകൾ ഉണ്ടാക്കിയത് കൊണ്ട് ആ സ്കൂളിലെല്ലാം പോവുകയൊക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ ഷെയറിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പതുക്കെ അകലാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം 1 വർഷത്തോളം ഡിവോഴ്സിന്റെ വക്കത്തെത്തിയവരുമാണ് ഞങ്ങൾ. ഇന്ന് ഡിവോഴ്സിന്റെ കാര്യം കേൾക്കുമ്പോഴേ ഹല്ലേലൂയ ഞാൻ ദൈവത്തിനെ വളരെ വേദനയോടെ കരയാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. അതെ 2 പേരെ ഒന്നിച്ച് ദൈവം നിർത്തിയെങ്കിൽ അവർ 2 ആകാനുള്ളതല്ല, മരിച്ചു മാറ്റപ്പെടുകയല്ലാതെ. ഹല്ലേലൂയ. ഇപ്പൊ പുതിയ തീരുമാനമുണ്ട്. ഹല്ലേലൂയ. ഒരാൾക്ക് ഇഷ്ടമല്ല, വേറെ ആൾക്ക് ഇഷ്ടമല്ലേ, മോളെ നീ ഇഞ്ഞു പോരെ, നിന്നെ വേറെ കല്യാണം കഴിച്ച് വിട്ടേക്കാന്ന് പറഞ്ഞ പേരൻസ് വരെ സപ്പോർട്ടാണ്. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. പരസ്പരം അതേ സ്തോത്രം സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും ദൈവത്തിൽ ആശ്രയിച്ചും തമ്മിൽ കരുതിയും സ്നേഹിച്ചും പോകുവാനുള്ള കുടുംബ ജീവിതത്തെ തകർക്കുന്നത് പിശാചാണ്. ഏതൻ തോട്ടത്തിൽ അവൻ കയറിയതാണ്. അതുകൊണ്ട് കുടുംബ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ എൻ്റെ കർത്താവ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും കർത്താവിന് വേദനയുള്ള കാര്യമാണ് 2ആയിട്ട് അകന്നു നിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ 1 വർഷം ഞങ്ങൾ എവിടാണെന്ന് പോലും അറിയാതെ ഞങ്ങളെ തകർത്ത് കളഞ്ഞു പിശാച്. എന്നാൽ ഹല്ലേലൂയ 40 ദിവസമൊക്കെ ഉപവസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞങ്ങളെ പിന്നെയും ഒന്നിച്ച് ഞങ്ങൾ ഹല്ലേലൂയ. അപ്പോഴും പലപ്പോഴും ഞങ്ങളോട് പറയും, മോളെ, എന്നോട് പലരും പറഞ്ഞു, മോളെ നിന്റെ 30ാമത്തെ വയസ്സിൽ നിന്റെ അതേ കുടുംബജീവിതം തീർന്നു, ഇനി ഒന്നുമില്ല, ഇനി നീ വെയിറ്റ് ചെയ്യേണ്ട, നിനക്ക് വേണമെങ്കിൽ ഒരു കല്യാണം കഴിക്കാം, ഒരു കുഴപ്പവുമില്ല. പാസ്റ്റേഴ്സ് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സോറി ഞാൻ അങ്ങനെ പറഞ്ഞത് ക്ഷമിക്കണം, ഹല്ലേലൂയ നീ ഇനി അത് അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തന്ന കൂട്ടുദാസനെങ്കിൽ മടങ്ങി വരും, ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യും, ഞങ്ങൾ ഒരുമിച്ച് അനേക സ്റ്റേജുകൾ കർത്താവിനെ പ്രസംഗിക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് അതേ പല പാസ്റ്റേഴ്സോ അല്ലെ പാസ്റ്റർമാരോ വിശ്വാസികളോ സ്വന്തം ഭാര്യ
ഭാര്യയെ കൊണ്ട് സ്റ്റേജിൽ പോകാൻ പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ വന്നാൽ പോലും എൻ്റെ കൂട്ടുദാസൻ ഒരു സ്റ്റേജ് കിട്ടിയാൽ 10 മിനിറ്റ് എൻ്റെ വൈഫിന് കൊടുക്കണമെന്ന് പറയുവാൻ തക്കവണ്ണം അദ്ദേഹം എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരോടും അത് ചെല്ലുന്നുടനെ ചിലപ്പം ചില ചർച്ചുകളിൽ ചെന്നാൽ സ്ത്രീകൾ മിണ്ടാതിരിക്കണമല്ലോ, സ്ത്രീകൾ അത് പ്രസംഗിക്കാൻ പാടില്ലല്ലോ എന്ന് പറയുന്ന പക്ഷവും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ലിംഗവ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. സുവിശേഷം പറയാൻ യേശു കർത്താവ് ആരെ ആദ്യമേ തിരഞ്ഞെടുത്തത്? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ പുരുഷന് അതേ തലയ്ക്ക് താഴെ സ്ത്രീക്ക് അതേ അധികാരമുള്ളൂ, സ്ത്രീ കീഴടങ്ങിയിരിക്കണം, അതൊക്കെ ഞാൻ വളരെ മസ്റ്റായിട്ട് ഉപദേശിക്കുന്ന കാര്യമാണ്. എങ്കിലും സുവിശേഷം പറയുവാൻ ഹല്ലേലൂയ സ്ത്രീകൾക്കും അവകാശമുണ്ട്. ഹല്ലേലൂയ. ഏത് സ്റ്റേജുകളിൽ പോയാലും കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിച്ചൊരു 10 മിനിറ്റെങ്കിലും സംസാരിപ്പിക്കാതിരിക്കുകയില്ല. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ ഒരു വർഷം പോയപ്പോൾ ഹല്ലേലൂയ ഞാൻ ഓർത്തു ബൈബിൾ കോളേജിൽ പോയി സമാധാനം കണ്ടെത്താമെന്ന്. അങ്ങനെ ഞാനൊരു ബൈബിൾ കോളേജിൽ പോയപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സിജി ബൈബിൾ കോളേജിലൊക്കെ പോകുന്നത് കൊള്ളാം, എന്നെ എൻ്റെ തലമുറകളുടെയൊക്കെ കാര്യം നോക്കണം, അതുകൊണ്ട് നീ ഇപ്പോൾ ബൈബിൾ കോളേജിൽ പോകാനൊന്നും എനിക്കിഷ്ടമില്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ നിർത്തിയേക്കാം. ഞാൻ ചെന്നപ്പോൾ ആ കോളേജിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു, പക്ഷേ അവർക്ക് സങ്കടമായി ഞാൻ ആ കോളേജിൽ നിർത്തിയത്. ഹല്ലേലൂയ. ചുരുക്കം പറയട്ടെ, ഹല്ലേലൂയ. അതെ, ഞാൻ അവിടെ നിർത്തിയെങ്കിലും 2-3 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസനോട് തന്നെ ഇടപെട്ടു ബൈബിൾ കോളേജിൽ പോകണമെന്നും പഠിക്കണമെന്നും. അപ്പോൾ എന്നോട് ചോദിച്ചു, സിജി നീ വരുന്നോ? ഞാൻ തിയോളജിക്കൽ സെമിനാരി പഠിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരുന്നു. എൻ്റെ ഞരക്കവും എൻ്റെ ഗദ്ഗതവും കണ്ട കർത്താവ് ആമേൻ ഹല്ലേലൂയ ഞങ്ങളെ ഒരുമിച്ച് ഡേ സ്കോളറായിട്ട് പഠിക്കുവാൻ ദൈവം സഹായിച്ചു, ഞങ്ങളെ ഗ്രാജുവേറ്റ് ചെയ്യുവാൻ ഇടയാക്കി. അതും കൂടെ പറയട്ടെ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ മക്കളെ, നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹത്തെ സാധിച്ചത് നീ ഏതെങ്കിലും പ്രതികൂലത്തിലോ പ്രശ്നത്തിലൂടെയാണോ പോകുന്നത്? നിന്റെ ഹൃദയത്തിൽ ചില നല്ല ആഗ്രഹമുണ്ടോ? ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് കർത്താവ് നമ്മൾ മറന്നുപോയാലും ഹല്ലേലൂയ ദൈവം മറന്നു പോകത്തില്ല. ചില ഫയലുകളൊക്കെ അതേ സ്തോത്രം അതേ എടുത്ത് പൊടി പിടിച്ച് കിടക്കുന്ന ചില ഫയലുകളുണ്ടല്ലോ നിങ്ങളുടെ വിഷയത്തിനകത്ത്. ആമേൻ സ്തോത്രം. നിങ്ങളത് മറന്നുപോയി, പക്ഷേ ദൈവം മറന്നിട്ടില്ല കേട്ടോ. പച്ചപ്പുഴു തിന്നതും തുള്ളനും വിട്ടിലും കാർന്നു നിന്ന സംവത്സരങ്ങളെ നിങ്ങൾക്ക് ഇന്ന് മടക്കി തരുന്ന ഒരു രാത്രിയാകാൻ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നമ്മൾക്ക് നഷ്ടപ്പെട്ടതൊക്കെയും ദൈവം ഇരട്ടിയായി ലാഭമാക്കി തരും. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നീ ദൈവസന്നിധി വിശ്വസ്തനാണോ? വിശ്വസ്തതയുള്ളവളാണോ? ആമേ നിഷ്കളങ്കതയുള്ളവളാണോ? വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ നിർവ്യാജ സ്നേഹത്തോടെ നീതിയോടെ സത്യത്തോടാണോ ജീവിക്കുന്നത്? യേശുവിൻ്റെ പൈതലായാൽ യേശുവിൻ്റെ സ്വഭാവം വേണം. യേശുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ അകത്ത് സ്ഥാപിക്കണം. അകത്ത് സ്ഥാപിച്ചാൽ പിന്നെ നമ്മളല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പിന്നെ പിശാചിന്റെ സ്വഭാവങ്ങൾ, പഴയ മനുഷ്യന്റെ സ്വഭാവം കൊണ്ട് നടന്നേച്ച് ഹല്ലേലൂയ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം എൻ്റെ പ്രാർത്ഥനകൾ ഇല്ല. എവിടൊക്കെ മാറ്റണമോ, ഏതൊക്കെ ക്യാരക്ടറുകൾ മാറ്റണമോ, കർത്താവിൻ്റെ സ്വഭാവം അല്ലാത്തതെല്ലാം വേരോടെ പിഴുതു കളയുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ കാര്യങ്ങളിലൊക്കെയും പരിശുദ്ധാത്മാവ് കൂടെയിരിക്കും. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ഞങ്ങൾ ബൈബിൾ കോളേജിൽ പോയി. കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, ഹല്ലേലൂയ അതെ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങളെ പല ചർച്ചകളിലൊക്കെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. പക്ഷേ കർത്താവ് ഞങ്ങളുടെ മേലെ ശരിക്കും പറഞ്ഞാൽ ഒരു ചർച്ചിനകത്ത് ഒതുക്കി വെക്കാനുള്ള ഒരു ശുശ്രൂഷയല്ല. എന്നാൽ ഓരോരുത്തരുടെ മേലും ഓരോ കോളുകളാണ്. ഞങ്ങളുടെ മേലുള്ള കോൾ യെശയ്യാവ് 42:6 അതെ, കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ, ബദ്ധന്മാരെയും കുരുടന്മാരെയും കുണ്ടറെ കിടക്കുന്നവരെ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെയൊക്കെ വിടിയിപ്പാൻ കർത്താവിനെ പിതാവായ ദൈവം അതേ ശക്തമായിട്ട് അഭിഷേകത്തോടെ അയച്ചുവെങ്കിൽ ആ ശുശ്രൂഷയാണ് ഞങ്ങളുടെ മേൽ കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഞങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിൽ വിടും. ഞങ്ങൾ രാവിലെയും വൈകിട്ടും ഹോസ്പിറ്റൽ വിസിറ്റിങ്, ഓരോ ഭവനങ്ങളിൽ ചെന്ന് കർത്താവിനെ അതെ പ്രസന്റ് ചെയ്ത് ഒരുപാട് പേരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ അതെ പെതുക്കെ ഞങ്ങളുടെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നിടത്തെല്ലാം അതെ ഹോസ്പിറ്റലൊക്കെ കൈ ഒടിഞ്ഞത് ആമേൻ സ്തോത്രം അവരെ അത് ഡ്രസ്സ് ചെയ്ത് അവരെ കൈ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ പോകുന്ന ദിവസമായിരിക്കും ഞങ്ങൾ ചെല്ലുന്നത്. ഞങ്ങൾ ജസ്റ്റ് അവരുടെ കയ്യിലോട്ട് തൊടുമ്പോൾ ദൈവം അവരെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അത് ചില സന്ദർഭങ്ങളിൽ സുവിശേഷത്തിന് ആവശ്യമാണ്. എന്നാൽ ഇതൊന്നും സ്വർഗത്തിൽ എത്തപ്പെടത്തില്ല. ഇവിടെ ചില ആവശ്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ മൺകൂടാരം ഇരിക്കുവോളം ചില അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ദൈവത്തിന് ഇഷ്ടമുണ്ടേ നടക്കട്ടെ. ഇനി വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഹല്ലേലൂയ ഈ മണ്ണാൻകട്ട 80, 70, 80 വയസ്സ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് മണ്ണിനോട് കൊടുക്കേണ്ടതായി ഈ മണ്ണാൻകട്ട. ഹല്ലേലൂയ ഈ മണ്ണാൻകട്ട
കോട്ടയ്ക്ക് വേണ്ടിയല്ല, പിന്നെ എന്താണ്, ഉയരത്തിലുള്ളത് ചിന്തിപ്പാനും ഉയരത്തിലുള്ളത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്ന യേശുക്രിസ്തു എന്ന പ്രത്യാശ. അതെ, ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നമ്മളെ ഇവിടെ ആക്കി. അതിനു വേണ്ടി ആമേൻ സ്തോത്രം ചില അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അത് ദൈവത്തിന് ഇഷ്ടമുണ്ട് ചെയ്യും, അതിനെ വലിയ ഫോക്കസ് ചെയ്യേണ്ട എന്നും പറഞ്ഞ് അതേ സ്തോത്രം അത് വേണ്ടെന്നല്ല. രോഗി സൗഖ്യമായെങ്കിലേ, അല്ലെ ഞാൻ ഇന്നൊരു രോഗിയായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. നന്ദി ദൈവത്തിന്, മഹത്വം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ശുശ്രൂഷകളൊക്കെ ചെയ്ത് അനേക കഷ്ടം അനുഭവിക്കുന്നവരെ, വേദന അനുഭവിക്കുന്നവരെ, കുണ്ടറയിൽ കിടക്കുന്നവരെയൊക്കെ പൊക്കി എടുത്തുകൊണ്ട് ഹല്ലേലൂയ വീട്ടിൽ കൊണ്ടുവരുവാൻ ഒരു റെന്റഡ് ഹൗസാണ്, അത് വെളിപ്പാട് കാണിച്ച വീടാണ്. അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. ഞാൻ ചുരുക്കം പറയട്ടെ, ആ വീട്ടിൻ്റെ പടിക്കൽ പോയി നിന്നു. ഞങ്ങൾക്കറിയത്തില്ല ആ സ്റ്റോപ്പ് ഏതാണ്, സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ പറഞ്ഞു. സ്റ്റോപ്പിൽ പോയി നിന്നു. അവിടെ ചെന്നപ്പോൾ ഒരു വീട്, ആ വീട് പെന്തക്കോസ്തുകാർ പാസ്റ്റേഴ്സിന് കൊടുക്കാത്ത ഒരു മർത്തോമാക്കാരനായിരുന്നു. എന്നാൽ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളോട് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾക്ക് വീട് തന്നു. ഞങ്ങൾ 15 വർഷം ആ വീട്ടിൽ കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ അതേ സ്തോത്രം വളരെയധികം, അത് ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല, വലിയ സംഘടനയ്ക്കകത്തൊക്കെ കിടക്കുന്നവരെ, അതെ വലിയ നേതാക്കന്മാരുടെയൊക്കെ കുടുംബത്തിനകത്തു നിന്ന് ഹല്ലേലൂയ 2-2.5 കോടി കടമായിട്ടൊക്കെ ഇനിയും 12 സ്ലീപ്പിംഗ് വീൽസൊക്കെ കഴിഞ്ഞ്, ഒത്തിരി സ്ലീപ്പിംഗ് വീൽസൊക്കെ കഴിഞ്ഞ് ഒബ്സർവേഷൻ റൂമിൽ കിടക്കുന്ന കുടുംബങ്ങളൊക്കെ, അതെ വലിയ ഒരിക്കലും പുറത്തു വരാത്ത നായർ കുടുംബങ്ങളൊക്കെ, ഒരുപാട് കുടുംബങ്ങൾ അവരെയൊക്കെ പുറത്തു കൊണ്ടുവരാനും, അവർക്ക് വീടില്ല ഇനിയും വീട്ടിലോട്ട് ചെന്നാലും സൂയിസൈഡ് ചെയ്യത്തുള്ളൂ പറഞ്ഞതിനെയൊക്കെ കൊണ്ട് വീട്ടിനകത്ത് താമസിപ്പിച്ച് 2-3 മാസം ഇതുങ്ങളെയൊക്കെ ഒന്ന് ഹീലാക്കിയിട്ട് അവർ അന്നേരവും ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഒരു ആറന്മുള ക്ഷേത്രത്തിൽ പോകും. എന്നാൽ ഞങ്ങളൊന്നും പറയത്തില്ല. പക്ഷേ രാത്രി മുഴുവൻ ഇവിടെ പ്രാർത്ഥനയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരെ സ്കൂളിൽ വിടണം. ഇന്ന് അവർക്ക് 24-19 വയസ്സായെങ്കിൽ ഹല്ലേലൂയ അവരുടെ കുഞ്ഞിലെ അവർ ഒരുപാട് കഷ്ടം അനുഭവിച്ചു. 10-15 പേർക്ക് ഫുഡ് ഉണ്ടാക്കും. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും, ഇന്ന് നിങ്ങൾ അവിടെ പോയി കിടന്നു, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു സന്തോഷത്തോട് സ്തോത്രം പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ കിടന്നിട്ടുണ്ട്. എല്ലാവരെയും ഊട്ടി തീറ്റി എല്ലാവരെയും പ്രാർത്ഥിച്ച് ആമേൻ സ്തോത്രം. ഈ ആറന്മുള ക്ഷേത്രത്തിൽ പോകുന്നവരും ആമേൻ സ്തോത്രം അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും അതേ അവരെല്ലാം എൻ്റെ യേശുവിനെ കാണാൻ ഇടയായി. 10-45 ഫാമിലിയെ ഞങ്ങൾക്ക് ദൈവം തന്നു. അവിടെ ഞങ്ങൾ ശക്തമായി ശുശ്രൂഷ ചെയ്തു. അവിടെ വെളുപ്പിനെ 5 മണിയൊക്കെ ആയപ്പോൾ കോവിഡ് സമയത്ത് ടെറസിൻ്റെ മേളിൽ പരസ്യയോഗം ചെയ്യാൻ പറഞ്ഞു. ആ ദേശത്തുള്ള എല്ലാ ഡിനോമിനേഷൻ സ്പിരിറ്റ് ഇല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവരെല്ലാവരും വെളുപ്പിനെ എണ്ണിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഡിനോമിനേഷൻ സ്പിരിറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളും എഴുന്നേക്കും പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ അവിടെ ചെയ്യാനുള്ള ശുശ്രൂഷകളെല്ലാം ചെയ്തപ്പോൾ തീർന്നു കഴിഞ്ഞപ്പോൾ 2 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞു, നീ കർണാടകയിലേക്ക് പോകാൻ. ഒരു കാരണവശാലും ആ കർണാടക എന്ന് പറയുന്ന ദേശത്തോട്ട് എനിക്ക് വരാൻ താല്പര്യമില്ല. കാര്യം ആ ചീങ്കയ്ക്കകത്തെ നല്ല വെള്ളമൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് ഞാൻ അവിടെ കഴിയുമായിരുന്നു. ആമേൻ സ്തോത്രം. അതെ എലിയാവിനോട് പറഞ്ഞ പോലെ മതി, ഇനിയും പൊയ്ക്കോ, ഇവിടുത്തെ വെള്ളമൊക്കെ പറ്റിച്ച് ഇനി പൊക്കോ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ അവിടുന്ന് ഇങ്ങോട്ട് അയച്ചു. ഇവിടെ ഞങ്ങളിപ്പോൾ 2 വർഷമായി കൃപയാൽ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളൊക്കെ ദൈവം നന്നായി നടത്തുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ആ മ്യൂസിക് അധ്യാപക ജോലി ഞങ്ങൾ ക്രിസ്ത്യൻ കൺവേർട്ടാക്കി. ഹല്ലേലൂയ. ഇന്ന് വേൾഡിൽ നിന്ന് അതേ പല രാജ്യങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും എല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കാൻ കയറുന്നുണ്ട്. അവരെ രാവിലെയും വൈകിട്ടും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കർത്താവ് എന്ത് ശുശ്രൂഷ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നോ അതെല്ലാം നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട്. അത് കൃപയാൽ ഇതുവരെ നിന്നു. എന്നാൽ പിശാച് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറകോട്ട് വലിച്ച് ഞങ്ങളെ തകർക്കാനും തുന്നം പാടാം. എന്നാൽ സ്തോത്രം, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കോപ്പ് കവർന്നെടുക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ഏതെങ്കിലും പ്രതികൂല അവസ്ഥയിലൂടെയാണോ അമേൻ സ്തോത്രം രാവിലെ വൈകിട്ടും രാവിലെ ഉച്ചയ്ക്കും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നിങ്ങൾക്ക് എത്ര പ്രതികൂലമാണേലും പ്രശ്നം. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾക്കകത്തൂടെ ഞാൻ കടന്നുപോയി. ഏതൊക്കെ ചുക്ക് ചേരാത്ത കഷായമില്ലെന്ന് പറഞ്ഞതുപോലെ ഏതൊക്കെ മേഖലയിൽ കഷ്ടം അനുഭവിക്കണമോ അതിനകത്തൂടെ എല്ലാം കഷ്ടത്തിൽ കൂടെ പോയി അവിടെ എല്ലാം എന്നെ നിർത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ഏത് പ്രശ്നങ്ങളുമായിട്ട് വന്നവരുണ്ടോ അവിടെ എല്ലാം കർത്താവ് ഒരു ഹീലിംഗ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. കർത്താവ് ഒരു ഓൾറൗണ്ടർ ശുശ്രൂഷകനായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ഞാൻ ചെയ്തതിനും അധികം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിച്ചു പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒന്നിൻ്റെ സ്പെഷ്യൽ അല്ല, എല്ലാത്തിൻ്റെ മേലും ഒരു അഭിഷേകവും അധികാരവും കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം അത് ചെയ്യുവാനൊരു വ്യവസ്ഥയുണ്ട്. പ്രാഗൽഭ്യം വേണം. ഹല്ലേലൂയ. ആ പ്രാഗൽഭ്യം കൃപയാൽ ലഭിച്ചു എങ്കിൽ അത് സ്തോത്രം ഒന്നുകൊണ്ട് നിഗളിക്കരുത്. ആമേൻ. നിർത്തിയെങ്കിൽ നിന്നതല്ല, കർത്താവ് നിർത്തിയതാണ്.
ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മേൽ തന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും അതെ കർത്താവിൻ്റെ അതെ നാമത്തിൽ ഏത് രോഗികളായി ഏത് കഷ്ടം അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികൾ അവരുടെ വീട്ടിലോട്ട് ചെന്ന് അല്ലെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാകുന്ന അവരുടെ വിഷയത്തിനൊരു മറുപടി അല്ലെ ആത്മീയമായി ശോഷിച്ച് കിടക്കുക, ഭൂതം ബാധിച്ച് കിടക്കുക, അതിൻ്റെ മേലെല്ലാം ദൈവം ശക്തമായ ഡെലിവറൻസ് തരുന്നെങ്കിൽ ഓർത്തോണം, ദൈവം നിന്നെ വിളിക്കൊത്തവണ്ണം വിശ്വസ്തയോട് നിന്നോണം. അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൊണ്ട് നിഗളിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ സാക്ഷി നിർത്തട്ടെ. എല്ലാവരും ഞങ്ങൾ കൃപയാൽ സന്തോഷമായിരിക്കുന്നു. നമുക്ക് ഒരു അല്പസമയത്തെ ചിന്തയ്ക്കായി സ്തോത്രം. എത്ര മണി വരെയുണ്ട് സിസ്റ്ററെ പറഞ്ഞാട്ട്? 12:30. ഓക്കെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അതെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ ന്യായാധിപന്മാർ 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദെബോര ബാരാക്കിനോട് പുറപ്പെട്ടു ചെല്ലുക, യഹോവ നിന്റെ കയ്യിലെ യഹോവ നിനക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. വേറൊരാൾ വായിച്ചാലും മതി. ഹല്ലേലൂയ. സ്തോത്രം. 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 അല്ലേ സിസ്റ്റർ തന്നെ വായിച്ചു. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുൻപിൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കിനും അവന്റെ പിന്നാലെ 11 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ. അതെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അല്പസമയം പാടുവാനും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സാക്ഷ്യം അടിയൻ്റെ അനുഭവം പറയുവാനും ഇടയായി. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയുടെ കരം നീട്ടിയതിനായി നന്ദി. ഇനിയും അങ്ങയുടെ അധികാരത്തോടെ അമേ സ്തോത്രം അഭിഷേകത്തോടെ അങ്ങയുടെ വചനം പറയുവാൻ തക്കവണ്ണം കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, വചനം ശുദ്ധീകരിക്കുന്ന വചനം. അതേ ഹല്ലേലൂയ. സ്തോത്രം. പരീശന്മാരും ശാസ്ത്രിമാരും ദൈവാലയത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അത് ജനത്തിന് അത്ര സന്തോഷം അത് എന്നും കേൾക്കുന്ന പോലെ അവർ കേട്ടു. എന്നാൽ എൻ്റെ യേശു കർത്താവ് ഹല്ലേലൂയ ദൈവാലയത്തിൽ ചെന്ന് അതേ സ്തോത്രം വചനം പ്രഘോഷിച്ചപ്പോൾ ഹല്ലേലൂയ ഇവൻ ഹല്ലേലൂയ അധികാരത്തോടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ എൻ്റെ യേശു അധികാരത്തോടാണ് അമ്മയെ ശുശ്രൂഷിച്ചതെങ്കിൽ ഹല്ലേലൂയ ആ അധികാരം അടിയന്റെ മേൽ തന്നെങ്കിൽ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരു ആത്മാവോട് നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ ആ വചനം ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രികാലം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ജീവനായി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ആ വചനം ക്രിസ്തുവാണ്. ആ ക്രിസ്തു ആകുന്ന വചനം ഹല്ലേലൂയ ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലവാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, അസ്ഥിമജ്ജ മാംസങ്ങളെ തുളച്ചു കയറുന്ന വചനം. അത് ഞങ്ങൾക്കകത്തെല്ലാം ഒരു ക്രിയ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങി വരുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അതിന് ഹല്ലേലൂയ സ്തോത്രം വിരുദ്ധമായി അടിയൻ വചനം പറയുന്നതിനും നിന്റെ മക്കൾക്ക് കേൾക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ, ഏതൊക്കെ ഇരുളിന്റെ ശക്തികളുണ്ടോ, വാഴ്ചകള്, അധികാരങ്ങള്, കർത്തൃത്വങ്ങള്, സകല കുടിയിരിപ്പ് ശക്തികൾ, സകല ദുഷ്ടാത്മ സേനകളുടെ മേലും സ്വർലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും ആ ധോലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വചനം പറയുമ്പോൾ തടസ്സപ്പെടുന്ന ദുഷ്ടവ്യാപാരത്തെ ഞങ്ങൾ ഒരുമിച്ച് കീഴടങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. വചനം അങ്ങയുടേത്, നിന്റെ മക്കൾ നിന്റേത്, അടിയൻ കർത്താവെ നിന്റേത്. ഹല്ലേലൂയ. ഈ മൺകൂടാരത്തിൽ തന്ന അഭിഷേകത്തിൽ അടിയൻ സംസാരിക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അതൊരു വിടുതലായി അങ്ങ് തീർത്തതിനായി സ്തോത്രം. സകലവും ദൈവം നന്നായി ചെയ്തതിനെ നന്ദി. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഇവിടെ ഹല്ലേലൂയ കനാന്റെ ശക്തി കേന്ദ്രമായ ഹാസോറിലെ അതെ രാജാവായിരുന്നു യാബി. അതെ, സിസരിയായിരുന്നു തൻ്റെ സേനാപതി. തൻ്റെ വിശേഷപ്പെട്ട 900 യുദ്ധരഥങ്ങൾ കൊണ്ട് 20 വർഷം അതെ ഇസ്രായേലിനെ തൻ്റെ ഭരണത്തിന് കീഴിൽ നിർത്തി. ഈ സമയത്ത് ദൈവം ഒരു പുരുഷനെയും എഴുന്നേൽപ്പിച്ചില്ല. അവിടെ എഴുന്നേൽപ്പിച്ചത് ആരാണ്?
പകരം ആരെയാണ്? ബലഹീന വിഭാഗത്തിൽ നിന്ന് ഒരു സ്ത്രീയെയാണ് എഴുന്നേൽപ്പിച്ചത്. എന്നാൽ സീസറുടെ സൈന്യത്തെ ആക്രമിക്കേണ്ടതിന് വടക്കോട്ട് പോകുവാൻ സ്തോത്രം ബാരാക്കിനെ ചുമതലപ്പെടുത്തി. ദൈവം കൽപ്പിച്ചതുപോലെ ദെബോര മുൻകൈയെടുത്ത് ബാരാക്കിനെ വിളിക്കുകയും സിസയുമായി യുദ്ധം ചെയ്യുവാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ എബ്രായ ലേഖനം 11:32 എന്താണ്? ദെബോരയല്ല ബാരാക്കിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ആദ്യം അല്പം മടി കാണിച്ചെങ്കിലും എന്താണ്? വിശ്വാസത്താൽ അവൻ യഹോവയുടെ വാക്ക് അനുസരിക്കുകയും പിന്നെ ഇസ്രായേലിനെ വിടുവിക്കുകയും ചെയ്തു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ മക്കളെ. ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടി ഉള്ള യുദ്ധത്തിന് ചുക്കാൻ പിടിക്കുവാൻ സർവശക്തനായ ദൈവം ബലഹീന വിഭാഗത്തിൽ നിന്നും ദെബോര എന്ന പ്രവാചകിയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ഇന്ന് രാത്രികാലം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമേ. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സ്തോത്രം ചില വ്യക്തികൾ വിചാരിക്കും, ഞാൻ ബലഹീനയാണ്, ഹല്ലേലൂയ, എന്നെക്കൊണ്ട് ഒന്നും കഴിയത്തില്ല, ആമേൻ സ്തോത്രം, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് കുടുംബ പാരമ്പര്യമില്ല, ഹല്ലേലൂയ സ്തോത്രം, എന്താണ്, എനിക്ക് എന്നെക്കൊണ്ട് ഒന്നും കഴിയത്തില്ല എന്ന് അങ്ങനെ മനസ്സ് മടിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ചിലരെ ഈ ദിവസങ്ങളിൽ ഭാവിയിലും അവരുടെ പേര് അറിയത്തക്ക വിധം ആമേൻ സ്തോത്രം ദൈവം ഉപയോഗിക്കാൻ പോവുക. ഒരാമേൻ പറ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. സ്തോത്രം. നമുക്ക് 1 കൊരിന്ത്യർ 1:27 ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1:27 ഒന്ന് വായിച്ചാട്ടെ. 27ഉം 28ഉം 31 വരെ ഒന്ന് വായിച്ചാട്ടെ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ആമേൻ ദൈവം ലോകത്തിൽ പോഷകമായത് തിരഞ്ഞെടുക്കും. ബലമുള്ളതിനെ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുക്കും. ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ലോകത്തിൽ നികൃഷ്ടവുമായിട്ടും ഏതുമില്ലാത്തതും തിരഞ്ഞെടുക്കും. ദൈവസ്ഥനതയിൽ ഒരു ഘടവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനവും നീതീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിനെ പ്രശംസിക്കട്ടെ, പ്രശംസിക്കുന്നത് പോലെ ആകേണ്ടത്. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ എന്താണ്? ദൈവം ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണേ. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പരാജയങ്ങൾ, അല്ലെ കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നമ്മളെ ഒന്നൊന്നായിട്ട് ആഞ്ഞടിക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഇതുകൊണ്ട് അവസാനിച്ചു, ഇനിയും ഒന്നുമില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് സ്തോത്രം നമ്മൾ ഭോഷന്മാരാണെന്ന് മറ്റുള്ളവർ നമ്മളെ എണ്ണുമ്പോൾ, നിനക്കൊന്നിനും ഒരു കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മളെ തള്ളുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ തിരസ്കരിക്കുന്ന അനുഭവം നമ്മുടെ മേൽ വരുമ്പോൾ ഒരു കാര്യം വിചാരിക്കണമേ, ദൈവത്തിന് നിന്റെ മേൽ വലിയൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എവിടൊക്കെ നമ്മൾ തിരസ്കരിക്കപ്പെട്ടോ, എവിടൊക്കെ നമ്മൾ നിന്ദാപാത്രമായി തീർന്നോ, എവിടൊക്കെ പരിഹസിക്കപ്പെട്ടോ, അവിടെ ദൈവത്തിന് നിന്നെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ചെയ്യുക, ഒന്നും പറയാതെ ഹല്ലേലൂയ ദൈവത്തെ അനുസരിച്ച് ഒരു ഭോഷനാണോ ഭോഷിയാണോ അങ്ങനെ തന്നെ ഇരുന്നോ. പക്ഷേ തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണിരിക്കുമ്പോൾ ഹല്ലേലൂയ എവിടൊക്കെ നിന്ദിക്കപ്പെട്ടോ, വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അത് വെട്ടിക്കളഞ്ഞാലും സ്തോത്രം, അത് മൊത്തം കളഞ്ഞാലും അതിൻ്റെ വേരിൻ്റെ സ്തോത്രം ഇച്ചിരിയെങ്കിലും അവിടെ കിടപ്പുണ്ടെങ്കിൽ ആ വേരിൽ അല്പം വെള്ളത്തിൻ്റെ ഗന്ധം ചെല്ലുമ്പോൾ ഹല്ലേലൂയ എവിടൊക്കെ വെട്ടി മാറ്റിയോ അവിടൊക്കെ സ്തോത്രം, അത് ദൈവം എന്നോട് ഇടപെട്ടതാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എവിടൊക്കെ നിന്നെ വെട്ടി, എവിടൊക്കെ നിന്നെ നിന്ദിച്ചോ അവിടൊക്കെ ഒരു ഭയങ്കര ആർത്ത് കിളിക്കത്തക്കതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത
ശക്തി അവിടേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവിടൊക്കെ നീ അതേ സ്തോത്രം നല്ല വൃക്ഷമായി അതേ ഫലം കായ്ക്കത്തക്കതുപോലെ അതേ എവിടെ വേറെ അഴുകിപ്പോയ സ്ഥാനത്തു നിന്ന് വെള്ളത്തിന്റെ ഗന്ധം ചെന്ന് അവിടുന്ന് അമേൻ ഒരു ഉയിർപ്പിന്റെ ശക്തി പോലെ അമേൻ സ്തോത്രം ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് അവിടെ ഒരു കിളിർപ്പ് വരാൻ പോവാ, ഒരു പച്ചപ്പ് വരാൻ പോവാ. നീ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. എവിടെ നിന്നാപാത്രമായി കിടന്നോ അവിടെ നിന്നെ ഹല്ലേലൂയ എവിടൊക്കെ നിന്നെ പരിഹസിച്ചോ, എവിടൊക്കെ നിന്നെ അസ്വസ്ഥമാക്കിയോ, എവിടൊക്കെ നീ ഭാരപ്പെട്ടിരിക്കുന്നോ അവിടൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ഇന്ന് രാത്രിക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ഉള്ളതിനെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തുവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ പാരമ്പര്യമോ നമ്മൾ വലിയ ഏതാണ്ട് ശ്രേഷ്ഠ ജാതിയൊന്നും ആയിട്ടല്ല. ഹല്ലേലൂയ അമേ സ്തോത്രം. അതേ കാട്ടൊലിവായിരുന്നു നമ്മൾ ആർക്കും വേണ്ടാത്ത ചേറിക്കിടന്നവരായിരുന്നു. അവരെ ആ വ്യക്തികളെ നാട്ടൊലിവാക്കി തീർത്തത് അമേസോ. ഇവിടെ യഹൂദന്മാരാരുമില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതേ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ ഏത് വിഭാഗമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അമ്മയുടെ വീട്ടുകാരെല്ലാം ഓർത്തഡോക്സ് ഫാമിലി, അപ്പയുടെ വീട്ടുകാരെല്ലാം ബ്രാഹ്മിൺസ് പശ്ചാത്തലം. അവിടുന്ന് എല്ലാം കൂടെ മിങ്കിൾ ചെയ്ത് ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ വന്നപ്പം നമുക്കിപ്പോൾ ഇവിടെ ജാതിയോ മതമോ പറയാനുണ്ടോ? നിങ്ങൾ പറ. ഹല്ലേലൂയ. യഹൂദന്മാരല്ലാത്ത എല്ലാം ജാതികളാണ്. ഇന്ന് ഞാൻ വന്നേ, ഇന്നലെ നിങ്ങൾ വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു ശ്രേഷ്ഠതയും പറയാനില്ല. ഹല്ലേലൂയ. ദൈവം തന്ന ആ നന്മയല്ലാതെ ആ കാൽവറി ക്രൂശില് നമ്മളെ വീണ്ടെടുത്ത അമേ സ്തോത്ര ഹല്ലേലൂയ നമ്മൾ ആ നിത്യ നരകത്തിലേക്ക് പോകുവാനിരുന്ന അറസ്റ്റ് വാറണ്ടുമായിട്ടിരുന്ന നമ്മളെ ദൈവത്തിന്റെ കൃപയാൽ അമേ നമ്മളെ വിളിച്ച് വേർതിരിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കിയെങ്കിൽ ഇനി നമ്മൾക്കുള്ളവരല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. ആമേൻ. വെട്ടിക്കളഞ്ഞാലും ആമേൻ വെള്ളത്തിന്റെ ഗന്ധം ചെല്ലുമ്പോൾ ആമേൻ സ്തോത്രം അത് പൊട്ടിക്കിളിക്കുന്നത് പോലെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് പറയുന്ന സ്ഥാനത്ത് ചില ഉദയം പ്രഖ്യാപിക്കാൻ പോവുകയാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ചില ഉദയം ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ എവിടൊക്കെ നിങ്ങളെ നിന്നാപാത്രമാക്കിയോ അവിടൊക്കെ ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ഒരു കാര്യം മാത്രം, ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഹല്ലേലൂയ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തുവെങ്കിൽ ആമേ സ്തോത്രം ഇന്ന് നടക്കുന്ന അതേ ജീവിതം പോലെ ആകല്ലേ. ഹല്ലേലൂയ. സഭയിൽ 10 പേരുണ്ടെങ്കിൽ 10 സ്വഭാവമാണ്. ആ 10 സ്വഭാവമുള്ളവർക്ക് ആമേൻ എങ്ങനെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും? ദൈവത്തിന്റെ മക്കളെ, ഈ 2024 ഒരു ഉണർവിന്റെ ശക്തമായ കാറ്റ് ഇന്ത്യ മഹാരാജ്യത്ത് അടിക്കാൻ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതേ സഭ ഏക മനസ്സോടായിരിക്കാൻ പ്രാർത്ഥിക്കാം. പൗലോസ് പറയുന്ന പോലെ സഭയെക്കുറിച്ച് നല്ല വേദനയുള്ളവളാണ് ഞാൻ. സഭയെക്കുറിച്ച് ഞാൻ കരയുന്നവളാണ്. ദിനം പ്രതി ഞാൻ സഭയെക്കുറിച്ച് കരയുന്നവളാണ്. ഹല്ലേലൂയ. നമ്മുടെ സഭയ്ക്കകത്ത് ഒരു ദൈവികമായ ഉണർവുണ്ടാകണം. ആമേൻ. നമ്മുടെ ദേശത്തൊരു ഉണർവുണ്ടാകണം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകണം. ഗൾഫ് കൺട്രികളിൽ ഉണ്ടാകണം. യൂറോപ്യൻ കൺട്രികളിൽ ഉണ്ടാകണം. നമ്മുടെ സമശിഷ്ടങ്ങൾ അവിടെവിടങ്ങളിൽ കഴിയുകയാണ്. അവിടെ എല്ലാം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നമുക്ക് ഇടവിടാതെ പ്രാർത്ഥിക്കാം. നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും അത് ഇവിടം കൊണ്ട് തീരും. ഹല്ലേലൂയ. നമ്മുടെ ശരീരം പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മുടെ ആത്മാവിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ? ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് ചിന്തിച്ച് ദിനം പ്രതി ഇടവിടാതെ അമ്മയെ പ്രാർത്ഥിച്ച് ദിനം പ്രതി ഒരു കുഞ്ഞും പാപം ചെയ്താലും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദിനം പ്രതി രൂപാന്തരം പ്രാപിക്കുന്ന അതേ ദൈവത്തിന്റെ പൈതലിനെ ചേർക്കാനാണ് അമ്മേ സ്തോത്രം കർത്താവ് വരുന്നതെങ്കിൽ അധികം താമസമില്ല അപ്പന്റെ വരവ്. ഹല്ലേലൂയ സ്തോത്രം. ആ വരവിൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ. പാപം അതേ കൂടി മഹാപാപികളായി നമ്മൾ തീരാതെ, പാപത്തിൽ ചെറിയൊരു പാപമുണ്ടെങ്കിലും പണ്ട് സ്തോത്രം എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ ഹല്ലേലൂയ പണ്ടൊക്കെ സ്റ്റേജിൽ ചെന്ന് പറയും, കർത്താവേ ഞാൻ ഇന്നത് ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങനെ ആ വിളിച്ചു പറയുമ്പോഴാണ് അവിടെ ഒരു ഉണർവുണ്ടാകുന്നത്. ഇന്ന് പാപം അകത്ത് വെച്ചുകൊണ്ട് ശുശ്രൂഷിക്കുകയും പാപം അകത്ത് വെച്ചുകൊണ്ട് അപ്പൻ്റെ സ്തോത്ര വിശുദ്ധ മേശ എടുക്കുകയും ചെയ്ത് രോഗികളും ക്ഷീണിതരുമായി ഹോസ്പിറ്റലൈസ്ഡ് ആയി ഇന്ന് പെന്തക്കോസ്തുകാരാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇന്ന് രാത്രികാലം നമ്മളൊന്ന് ചിന്തിക്കണമേ. ദൈവത്തിൽ ആശ്രയിച്ചൊരു ദൈവ പൈതലാണെങ്കിൽ
ഇന്ന് രാത്രികാലം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ചിന്തയ്ക്കകത്തും സംസാരത്തിനകത്തും പ്രവൃത്തിക്കകത്തും ഒരു പുത്തൻ മാറ്റം വരുവാൻ, ഒരു രൂപാന്തരം വരാൻ, കുടുംബ ജീവിതത്തിൽ, തലമുറകളുമായി ബന്ധത്തിൽ, സകല മേഖലകളിലും സഭയ്ക്ക് വേണ്ടിയും എല്ലാം കണ്ണുനീരോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു അവസരം അതേ തന്ന ദൈവത്തിൻ്റെ അതേ ദാസിയോടും അതേ സംഘടനയോടും ഇതിലായിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങളോടും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം ഒന്നുകൂടെ അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.